ചേച്ചി ചേച്ചി ഓടി വാ. എന്താ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ. അയ്യോ ശരിയായി. നിങ്ങൾ അങ്ങോട്ട് നോക്കിട്ട് ആരെ നോക്കിട്ടേ കോക്രിയാൻസ്. അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കോൺസെൻട്രേഷൻ വേണം. ഒരു രേഖയിൽ സൂക്ഷിച്ച് നോക്കി വേണം നമ്മൾ വ്യായാമം ചെയ്യാൻ. ആ ഒരു രേഖ എന്നെ മിനിഞ്ഞാന്ന് കണ്ടപ്പോ പറഞ്ഞായിരുന്നു. എന്തോന്ന്? നിങ്ങൾക്ക് ഈയിടെയായിട്ട് അവളെ കാണുമ്പോഴേ കയ്യും കലാശം കാണിക്കൽ ഇത്തിരി കൂടുതലാണ്. വെറുതെ അവളുടെ ഭർത്താവിനിട്ട് പണി ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടാ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നതേ വരൂ. ഒരു ബന്ധമില്ലാത്തൊരു പഴഞ്ചൊല്ല് ഇവിടെ പറയേണ്ട കാര്യം എന്താ? അതെ, പണ്ട് നമ്മൾ തമ്മിൽ പ്രേമിച്ചിരുന്ന സമയത്ത് നിനക്ക് ഞാൻ ബിരിയാണി ഐസ്ക്രീം വാങ്ങിച്ചതിന്റെ കർമ്മഫലമാണ് ഞാനിപ്പോ വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യടാ, ഒരു കാര്യം പറയിപ്പിക്കരുത്. ഞാൻ ഇവിടെ ഇല്ലെങ്കിലേ നിങ്ങൾ ഇവിടെ കിടന്ന് ഇക്ഷ ഇട്ടാ വരയ്ക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാ? ഒരു ചായ ഇട്ട് കുടിക്കാൻ അറിയോ നിങ്ങൾക്ക്? അയ്യേ, നീ എന്നെ അങ്ങനെ വെല്ലുവിളിക്കരുത്. ഞാൻ സസ്യങ്ങളെ പോലെയാണ്, സ്വയം ആഹാരം പാകം ചെയ്ത് കഴിക്കും. ചുമ്മാ കിടന്ന് തള്ളരുത് കേട്ടാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു സസ്യം ഒരു ചമ്മന്തി എങ്കിലും അരച്ച് കഴിക്കുന്നത്. എനിക്കിത് വേണോടി. നിന്നെ കിട്ടിയതിന് ശേഷം എനിക്ക് പട്ടിത്തറ്റും പരിഹാസവും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തൊക്കെയായാലും നിനക്ക് എന്നെ പോലെ ഒരു ജിമ്മനെ തന്നെ കിട്ടിയില്ലേ. അയ്യോ, നിങ്ങൾ എന്റെ ഭാഗ്യത്തെ കുറിച്ച് ഇങ്ങനെ പറയല്ലേ. നിങ്ങളെ ലോകത്തില്ലാത്ത കള്ളത്തരം പറഞ്ഞല്ലേ മനുഷ്യൻ എന്നെ കല്യാണം കഴിച്ചത്. എന്താണെന്നാ മറ്റേ ഇംഗ്ലീഷ് നടനുണ്ടല്ലോ, എന്താണ് അങ്ങനെ മസിലും പെരുപ്പിച്ച ഫോട്ടോയ്ക്ക് നിങ്ങളുടെ യോന മാന്തയുടെ ഫോട്ടോ എടുത്ത് വെട്ടി ഒടിച്ച് DP ആക്കിട്ട് കാണിച്ചിട്ടല്ലേ എന്നെ പറ്റിച്ചത് നിങ്ങൾ അല്ലേ? ഇതുവരെ നിങ്ങളെ പറ്റിക്കൽ ഉടായിപ്പൊക്കെ ഞാൻ ക്ഷമിച്ചു. അതുപോലെ ഇനി നടക്കില്ല. അടുത്ത ആഴ്ച നമ്മുടെ വിവാഹ വാർഷികമാണ്. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് കനായിട്ട് എന്തെങ്കിലും വേണം. കനമുള്ളത് വേണമെങ്കിൽ വേണ്ട 10 കിലോ ഡമ്പൽ ഇരിപ്പോട്ട് എടുത്ത് തിന്നോ. അതൊരു ദിവസം ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങളുടെ തലയിലിട്ട് തരാൻ. നീ ഇങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിർത്തി തരാം. ഇവിടെ പഠിക്കാൻ വരുന്ന ഒരുത്തരും ഫീസായിട്ട് 10 പൈസ ആയിരുന്നില്ല. ചോദിക്കുമ്പോ പറയും ഞങ്ങൾക്ക് മസിൽ വരട്ടെ, ആ മസിൽ കണ്ട് ഏതെങ്കിലും പെമ്പിളർ ഇഷ്ടപ്പെടട്ടെ, എന്നിട്ട് കല്യാണം നടക്കട്ടെ, എന്നിട്ട് ഫീസ് തരാന്ന്. ഞാൻ എന്ത് വേണം? നിങ്ങളൊരു കാര്യം ചെയ്യും, പണ്ട് എന്നെ പറ്റിച്ച പോലെ അവരടുത്തൊന്ന് ഉപയോഗിച്ചു നോക്ക്. മറ്റേ അർണോൾഡിന്റെ ഐഡിയ എടുത്തില്ലേ, അതൊന്ന് എടുത്ത് നോക്ക്, ചിലപ്പോ ഫീസ് കിട്ടും. നീയാണ് മാസ്റ്റർ, പിന്നെ ഞാനാരടാ മാസ്റ്റർ? ഞാൻ അശോകൻ. എടാ, പിന്നെ നീ ഇന്നലെ കല്യാണത്തിന് പെണ്ണിനെ നോക്കാൻ പോയാ? നോക്കാൻ പോയി. എന്തായി? അത് പൊളിഞ്ഞ്. ഞാനൊരു നല്ലൊരു ഫോട്ടോ അയച്ചു കൊടുത്തു, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ എങ്ങനത്തെ ഫോട്ടോ അയച്ചു കൊടുത്തത്? നല്ല എക്സിക്യൂട്ടീവ് ആയിട്ട് ഇൻഷർട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ഫോട്ടോ. അടിച്ചാലും കേട്ടാ. എടാ, നമ്മള് ജിമ്മന്മാര് ഫോട്ടോ അയക്കുമ്പോ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ വേണ്ട ഫോട്ടോ അയക്കാൻ. അതായത് ഒരു 50 രൂപ വരെ വെളിച്ചെണ്ണ വാങ്ങിച്ച് ദേഹം മുഴുവൻ തേച്ച് മസിലൊക്കെ പിടിച്ചത് ഇങ്ങനെയുള്ള ഫോട്ടോ വേണം അയച്ചു കൊടുക്കാൻ. നാളെ ഒരു 3 സ്ഥലത്ത് ഫോട്ടോ അയക്കാനുണ്ട്, അപ്പൊ അങ്ങനെ അയച്ചു കൊടുക്കാം. അങ്ങനെ അയച്ചു കൊടുക്കാം. നിന്നിൽ എനിക്കൊരു പ്രതീക്ഷയില്ലേ? ഞാൻ ഉദ്ദേശിച്ച പോലെ നിന്റെ ബോഡി വരില്ല. നീ ഇപ്പൊ പാലുമുട്ടൊന്നും കഴിക്കാറില്ലേടേ? പിന്നെ പാലുമുട്ട കഴിക്കാറുണ്ട്. ഞാൻ പ്രോട്ടീൻ പൗഡർ കഴിച്ചു തുടങ്ങി. ഇനി മാഷ് നോയിക്കോ. പ്രോട്ടീൻ പൗഡറാ? അതോടൊന്ന് മാസ്റ്റർ മേശപ്പുറത്തുനിന്ന്. അതാ ദൈവമേ, അവള് ഉള്ളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്ന 1 കിലോ മൈദ മാവ് എടുത്തവൻ കലക്കി കുടിച്ചല്ലോ. വന്ന് മൈദ മാവ് വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. അയ്യോ, എടാ ഇങ്ങ് വാടാ. എടാ ഇവിടെ വാടാ. നമുക്കേ വാമപ്പ് തുടങ്ങാം. തുടങ്ങിക്കോ, വീറും കളിച്ചിരിക്കാതെ ചെയ്. റെഡി? നമസ്കാരം. നമസ്കാരം. ഞാൻ വന്നത് ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. ശരീരം കണ്ടപ്പോഴേ മനസ്സിലായി. ഈ ബോഡി എന്റെ കയ്യിലോട്ട് തന്നാ മതി, ഒരാഴ്ച കൊണ്ട് തണ്ട് ഇങ്ങനെ ആക്കി കഴിയും. അയ്യോ, ഞാൻ അതിന് വന്നതല്ല. പിന്നെ ഞാനൊരു ആലോചനയായിട്ട് വന്നതാ. ശരി, അങ്ങോട്ട് മാറി ആലോചിച്ചോ. അയ്യോ, അതല്ല. ഈ അശോകൻ എന്ന് പറഞ്ഞൊരു പയ്യന് ആലോചനയായിട്ട് വന്നതാണ്. ആണോ? എടാ അശോക, നീയായിട്ട് ആലോചിക്കാൻ വന്നേക്കണത് ഇങ്ങനെയോട്ട് അവിടെ പോയി ആലോചിച്ചു. അയ്യോ അയ്യോ, അതല്ല പക്ഷേ ഞാൻ അശോകൻ ഒരു കല്യാണ ആലോചനയായിട്ട് വന്നതാണ്. ബ്രോക്കർ അല്ലല്ല, മാരേജ് കൺസൾട്ടന്റ്. ബ്രോക്കർ. വിളിച്ചിരുന്നു. അതെ, വിളിച്ചിരുന്നു. അപ്പൊ പെണ്ണിന്റെ ഫോട്ടോ കൊണ്ടുവന്നു. സംഗതി അല്ല, ഓക്കെ. മോൻ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചിങ്ങത്തിൽ കല്യാണം. ഈ പെണ്ണുകൊള്ളാം. ഇതോ? അത് വേണ്ട, ഇത് കൊള്ളാം. ഇതോ? അയ്യോ, ഇത് കൊള്ളാം. അപ്പൊ ഇതോ? ഇത് ഫിക്സ്. ഇത് മതി. ഇനിയുണ്ട്, പക്ഷെ ഞാൻ കാണിക്കൂല. ഇപ്പൊ തന്നെ കൺഫ്യൂഷൻ അല്ലേ? ഈ പെണ്ണുങ്ങളെ തുണിക്കടയിൽ കൊണ്ട് കയറ്റിയ പോലെ ഏതെടുക്കണമെന്നുള്ള. അതുകൊണ്ട് അത് വേണ്ട. നിനക്ക് ഇഷ്ടമുള്ള എണ്ണത്തിന് ഞാൻ തരാം. അല്ല ബ്രോക്കറെ, ഈ പെണ്ണുങ്ങളുടെ അഡ്രസ് ഉണ്ടാ? ഉണ്ട്. ഫോൺ നമ്പർ ഉണ്ടാ? ഉണ്ട്. എന്നാ എന്ത് മുണ്ടുപോയി കാണിക്കുന്നേ? ആദ്യം സ്കാൻ ചെയ്ത് ഒരു 5000 ഇതിലോട്ട് രജിസ്റ്റർ ചെയ്യും. ആദ്യം കല്യാണം നടക്കട്ടെ, എന്നിട്ട് ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ആദ്യം ഇത് അയാളെ പിടിക്കണം. അയാളെ വിടരുത്. പിടിച്ചോ. ഇയാള് കള്ള ബ്രോക്കറാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് എന്നെ പെണ്ണ് കാണിക്കാന്ന് പറഞ്ഞ് 10,000 രൂപ എന്നെ അടിച്ചു മാറ്റി, അറിയാമോ? അയ്യോ, അല്ല, അത് സത്യല്ലേ? മനോജ് കോട്ടയം. അത് തന്നെ. എനിക്ക് ഓർമ്മയുണ്ട് മോനെ, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് പെണ്ണുങ്ങളുടെ നിന്റെ ഫോട്ടോ എല്ലാം കൊണ്ട് കാണിച്ചതാണ്. ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. പക്ഷെ ആർക്കും താല്പര്യമില്ല. പെണ്ണുങ്ങൾക്കൊന്നും വേണ്ട. പിന്നെ എവന് പറ്റിയ പെണ്ണ് എന്റെ ഇല്ല. ആര് പറഞ്ഞു? ഇല്ല. നിങ്ങളുടെ ഡയറക്റ്റ്
ലോകത്ത് ഇഷ്ടംമാതിരി പെണ്ണുങ്ങളെ ഫോട്ടോ ഉണ്ടല്ലോ ഞാൻ കണ്ടതാണല്ലോ. അതൊന്നും ഇവന് പറ്റിയതില്ല. നിങ്ങളിപ്പോ കാണിച്ചാണല്ലോ. അത് ഇവനെ കാണിക്കാൻ പറ്റൂല. പിന്നെ ഈ ഫോട്ടോ ആര് കാണിക്കാൻ? ഇത് നിങ്ങൾക്ക് ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയോ അത് പറ. അത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്തതാണ്. ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ ഞാൻ കാണിക്കുന്ന പിള്ളേർ ഇതിനേക്കാളും നല്ല പിള്ളേരായിരിക്കും. അതുകൊണ്ട് അതിന്റെ ഒരു സാമ്പിളാണിത്. നടക്കൂലടാ. അല്ല അതെ അല്ല എനിക്ക് പെണ്ണ് കിട്ടത്തില്ലേ? ഇല്ല, കിട്ടാൻ പാടാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ആരോഗ്യമുണ്ട്, പൈസ ഉണ്ട്, പിന്നെ എനിക്ക് എന്താ പെണ്ണ് കിട്ടാത്തത്? അല്ല അതെ ഈ കല്യാണം എന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവയിൽ നിൽക്കുന്ന മാങ്ങയുടെ ഒരു അവസ്ഥയാണ്. അതെന്ത്? നമ്മളിപ്പോ ഒരു കല്ലെടുത്തങ്ങ് എറിയും. എറിയുമ്പോൾ ചിലപ്പോ ആദ്യത്തെ ഏറി തന്നെ നല്ല പഴുത്ത മാങ്ങ വീഴും, ചിലപ്പോ പുഴുത്ത മാങ്ങ വീഴും, ചിലപ്പോ പച്ചമാങ്ങ വീഴും. ചിലരെറിയുമ്പോ അണ്ണാൻ ചപ്പിയതും വാവല് നക്കിയതും വീഴും, ചിലരെറിയുമ്പോ ഒന്നും വീഴത്തില്ല. അതാണ് നിന്റെ അവസ്ഥ. മാത്രമല്ല എന്റെ മാഷ ഇപ്പോഴത്തെ പെമ്പിള്ളേർക്കൊന്നും കല്യാണം വേണ്ടെന്നാണ്. അതെന്ത്? ഇപ്പൊ 2 ദിവസം മുമ്പ് പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു സർവേ നടത്തിയത് കേരളത്തില്. അപ്പൊ അതില് പഠിപ്പും വിവരമുള്ള പെമ്പിള്ളേർക്കൊന്നും കല്യാണം വേണ്ട എന്നാണ് അഭിപ്രായം. പിന്നെ 6 മാസമായിട്ട് ഈ പുല്ല് ഇരുമ്പൊക്കെ വലിച്ചു പോക്കുന്നു. ഈ സമയത്ത് വല്ല വാർക്കപ്പടിക്കാൻ പോയിരുന്നെങ്കിൽ ഡെയിലി 1000 രൂപ കിട്ടിയാലേ. ഇപ്പൊ പെണ്ണ് കിട്ടുള്ളൂ പറഞ്ഞ ഞാൻ ഇപ്പൊ എന്ത് ഇതൊക്കെ എടുത്ത് കൂടി വെറുതെ ആയില്ലേ? ഞാൻ എല്ലാം നിനക്ക് പെണ്ണിനെ ഞാൻ ഒപ്പിച്ചു തരും മോനെ, നീ വിഷമിക്കല്ലേ. പറ്റൂ. നിന്റെ കാര്യം പാടാ കേട്ടോ. പോയിട്ട് വരാവേ. അപ്പൊ മോളെ നാളെ വരുമ്പോ ഫീസ് കൂടെ കൊണ്ടുവരണേ. ഓ പിന്നെന്താ ഇത് ബ്രോക്കർ പുരുഷോത്തമൻ ചേട്ടനല്ലേ? രാജിമോളല്ലേ? ഓ എന്നെ മനസ്സിലായല്ലേ? ചേട്ടൻ ഇന്നലെ എന്റെ വീട്ടിൽ ആലോചനയായിട്ട് വന്നല്ലേ? അയ്യോ നല്ല ചെറുക്കനാണ്. മോളൊന്ന് മൂളി കഴിഞ്ഞാൽ ഞാൻ അത് നടത്തി തരും. കല്യാണം ഓക്കെ. ഞാൻ ചേട്ടനെ കാണാനിരിക്കായിരുന്നു. ഇനി എനിക്ക് ആലോചനയായിട്ട് ചേട്ടൻ അങ്ങോട്ട് വരണമെന്നില്ല. എനിക്ക് കല്യാണം വേണ്ട. മോളെ ഒന്ന് നിന്നേ. നിങ്ങൾ ഈ പെണ്ണുങ്ങൾ കല്യാണം വേണ്ട വേണ്ട ഇങ്ങനെ വാശി പിടിച്ചാൽ അതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ ആണുങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. അറിയണം. അതെ അതെ ചേട്ടാ, ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് കേട്ടിട്ടുണ്ടോ? ദിൽവാലിയ ദുൽഹനിയ ലേ ജായെങ്കി എന്ന് കേട്ടിട്ടുണ്ട്. അത് ഷാരൂഖ് ഖാന്റെ സിനിമ. ഇത് അതല്ല. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാന്ന്. എന്താ സ്ത്രീകൾ കൂടെ സ്വാതന്ത്ര്യം ഇല്ല? അതെങ്ങനെ ശരിയാവും? പെണ്ണുങ്ങളോട് തെങ്ങിക്കേറുന്നില്ലേ? പ്ലെയിൻ ഓടിക്കുന്നില്ലേ? കാർ ഓടിക്കുന്നില്ലേ? ക്രെയിൻ ഓടിക്കുന്നില്ലേ? ഫ്ലൈറ്റ് വരെ ഓടിക്കുന്നുണ്ട്. എന്തിനാ ബാറി കയറുന്നത്? കള്ളു കുടിക്കുന്നില്ലേ? ഞാൻ ഇന്നലെയും കണ്ടു. അയ്യോ അങ്ങനെയല്ല. പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയരണം. അടുക്കളയിൽ നിന്ന് സ്ത്രീകൾ അരങ്ങത്തേക്ക് വരണം. സ്ത്രീ ശബ്ദം ഉയരണം. അതിന് വേണ്ടിട്ട് ന്യൂ ജനറേഷനായ ഞങ്ങളൊന്നും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അടുക്കള കയറാത്തിന്റെ കുഴപ്പം അല്ല മോളെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നാൽ ഈ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ്? എന്ത് ദോഷമാണ് നിങ്ങൾ അതിൽ കാണുന്നത്? അതെ ചേട്ടാ, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. ദേ ഞാൻ ഈ ചേട്ടനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്റെ കമ്മീഷൻ തരണ. അയ്യോ ഒന്ന് നിർത്താമോ? ഞാൻ വെറുതെ സങ്കല്പിക്കാനാ പറഞ്ഞ, അല്ലാതെ സങ്കല്പിച്ച് അങ്ങോട്ട് കോരിത്തരിക്കാനല്ല പറഞ്ഞത്. വെറുതെ കോരിത്തരിച്ചു. സങ്കല്പിച്ചോ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. എന്താ? ചേട്ടൻ എന്നെ കല്യാണം കഴിഞ്ഞിട്ട് എപ്പോ പുറത്തു കൊണ്ടുപോകും? ഞാൻ നമ്മുടെ കല്യാണം കഴിഞ്ഞ് അന്നേരം ഹണിമൂണ്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് എപ്പോ പുറത്തു കൊണ്ടുപോകും? അത് കഴിഞ്ഞ് നമുക്കൊരു കുട്ടിയൊക്കെ ഉണ്ടാവില്ലേ, ആ കുട്ടിയുടെ ചോറൊന്ന് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് എപ്പോ കൊണ്ടുപോകും? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുട്ടി ഉണ്ടായ സ്ഥിതിക്ക് കുട്ടിയെ നോക്കി വീട്ടിലിരിക്കണ്ടേ? പിന്നെ എന്റെ അപ്പനും അമ്മയും വീട്ടിലുണ്ട്, അവർക്ക് ചെലവിനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ചിലപ്പം പറയും അന്നേരം മാത്രം നിന്നെ പുറത്തു കൊണ്ടുപോകും. അതെ. അപ്പൊ കല്യാണം കഴിഞ്ഞ് 2 പ്രാവശ്യം എന്നെ പുറത്തു കൊണ്ടുപോകും. പിന്നെ പോകണമെങ്കിൽ ഞാൻ ചേട്ടന്റെ അനുവാദം ചോദിക്കണം. അതൊക്കെ വേണ്ടി വരും അല്ലേ? അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ഒരു വീട്ടില് കൂട്ടിലടച്ച കിളീനെ പോലെ അടിമയായിട്ട് അങ്ങ് വെക്കും. പിന്നെ ഞാൻ ജീവിത അവസാനം വരെ എന്റെ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും ഉണ്ണാനും ഉടുക്കാനും ഒക്കെ കൊടുത്തോണ്ടിരിക്കണം. അല്ലേ? അല്ല അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ നാട്ടു നടപ്പ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളെ ഈ പുറത്തു കൊണ്ടുപോകാത്തതാണ് പ്രശ്നം? പുറത്തു കൊണ്ടുപോകാത്തതല്ല ചേട്ടാ പ്രശ്നം. എവിടെയോ കിടക്കുന്ന 2 പേര് തമ്മിൽ കല്യാണം കഴിക്കും. 1 or 2 മാസം കഴിയുമ്പോഴത്തേക്ക് 1ഉം 2ഉം പറഞ്ഞ് അങ്ങ് അടിയാവും. അത് ഡിവോഴ്സിൽ അങ്ങ് കലാശിക്കും. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണം എന്ന് പറഞ്ഞ സമ്പ്രദായത്തിനോട് താല്പര്യമില്ല. എനിക്ക് കല്യാണം ഇഷ്ടമല്ല. എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കരുത്. ഹലോ 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 എന്നേ എന്താ ചേച്ചി? കൊറേ നേരം ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ കേൾക്കായിരുന്നേ. ഞാനൊരു സ്ത്രീയാണല്ലോ, അതുകൊണ്ട് ചോദിക്കാം. അവളുടെ അച്ഛനമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കഴിഞ്ഞ ആഴ്ച വന്നപ്പോ 25 വർഷമായി. ആനിവേഴ്സറി ആയിരുന്നു. ആ 25 വർഷത്തിനിടയ്ക്ക് അച്ഛൻ എപ്പോഴെങ്കിലും അമ്മേനെ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിട്ടില്ല. അമ്മ ഈ പരാതിയൊക്കെ പറഞ്ഞിട്ട് ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവര് ഭയങ്കര ഹാപ്പി അല്ലേ, സന്തോഷമായിട്ട് ജയിക്കുന്നേ അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിലുള്ള ഉടമ്പടികൾ മാത്രമല്ല, പരസ്പരം ദുഃഖവും സന്തോഷമൊക്കെ ഷെയർ ചെയ്ത് വിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വിവാഹ ജീവിതം സന്തോഷമാകുന്നത്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെപ്പോലത്തെ പെൺകുട്ടികളൊന്നും കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചെന്ന്. ഈ ഒരു തീരുമാനം വർഷങ്ങൾക്ക് മുന്നേ മോളുടെ അമ്മയും ഞാനും അതുപോലെ സ്ത്രീകൾ എടുത്തിരുന്നെങ്കിൽ ഇത് പറയാനിപ്പോ മോൾ ഇവിടെ ഉണ്ടാവുമായിരുന്നു.
അതുകൊണ്ട് വേണ്ടാത്ത ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വരുമ്പോ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കേ. ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നവരുടെ എണ്ണവേ ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞോണ്ടിരിക്കുക. എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും വരട്ടെ, അപ്പൊ ഞാൻ കല്യാണം കഴിച്ചോളാം. എന്തായാലും ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ട. കല്യാണം എപ്പോ വേണേലും കഴിച്ചോ, പക്ഷെ എന്നെ മറക്കല്ലേ. എന്താ? എന്റെ കമ്മീഷൻ